സ്വാസിക, ആ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ആർക്ക്? നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ്. ശരി, എന്താണ് സംഭവം? പറയൂ. ഒരാളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അത് ശരി. ആരുടെ? സ്മിഷയുടെ. സ്മിഷ ചേച്ചിയുടെ ബർത്ത്ഡേ. സൂപ്പർ. വരൂ രണ്ടുപേരും, സ്മിഷ ചേച്ചിയും മഹാലക്ഷ്മിയും ഓടി വരൂ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സ്മിഷ. ഹാപ്പി ബർത്ത്ഡേ സ്മിഷ ചേച്ചി. അയ്യോ, പാടാനുണ്ട് ഇവര് രണ്ടാളും പാട്ട് പാടാൻ. ഓക്കെ, ആയിക്കോട്ടെ. To you, happy birthday to you, happy birthday to you, Smisha, Happy birthday to you. എന്തായാലും ഈ ഒരു സമയത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഈ ഒരു സമയത്തിൽ സ്മിഷ ചേച്ചിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ, അതായത് സ്മിഷ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള ഒരാള്, ചേച്ചിയുടെ വളരെ അടുത്തൊരാളാണ്. ആ ഒരു എന്താ പറയുക, ഗസ്റ്റിനെ നമ്മൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം. നമസ്കാരം. ഇത് ആരാണ് എന്ന് സ്മിഷ ചേച്ചി തന്നെ നമ്മുടെ പ്രേക്ഷകരോട് പറയും. എന്താ പറയാ, എൻ്റെ ഗോഡാണ് ഡോക്ടർ രാജീവ് സർ. എന്നെ നോക്കുന്ന, എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന RCCയിലെ പ്രൊഫസറാണ്. അതുകൂടാതെ ഏറ്റവും നല്ല കലാകാരനാണ്. ആക്ച്വലി സാറിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കിന്ന് ഈ ഫ്ലോറിൽ വരാൻ പറ്റുന്നതും, ഞാൻ എപ്പോഴും സാർ അത് ചെയ്യട്ടെ, എന്താ ചെയ്താൽ നിനക്കെന്താണ് കുഴപ്പം, നിനക്കൊരു കുഴപ്പമില്ലല്ലോ, അപ്പോൾ പോയി ചെയ്തോ എന്നാണ് പറയുക എപ്പോഴും സാറ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഡോക്ടർ, ഐ നോ ദാറ്റ് ഒരു നല്ലൊരു ഡോക്ടർ കിട്ടുക എന്ന് പറഞ്ഞ ഭാഗ്യമാണ്. അത് നമ്മളെ സ്മിഷയ്ക്കുണ്ട്. എന്തായാലും ഒരു മാതൃകയായിട്ടാണ് സ്മിഷ ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. ബിക്കോസ് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ, നമുക്ക് രോഗമൊന്നും പറയണ്ട, ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുക, തളർന്ന് പോവുക, ഒരു സപ്പോർട്ട് ഇല്ലായ്മ ഫാമിലിൻ്റെ അടുത്തുനിന്ന്. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങളുടെ പോലെ ഒരു ഡോക്ടർ കിട്ടിയാൽ, സോ പ്ലീസ് ഒരു അഡ്വൈസ്. എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ പലപ്പോഴും ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പലപ്പോഴും അറിയാത്തൊരു കാര്യം, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പേഷ്യൻസാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. ഞാൻ ഏറ്റവും അധികം ഞങ്ങൾ പഠിക്കുന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നല്ല, ഞങ്ങളുടെ പിന്നെ പേഷ്യൻസിൽ നിന്നാണ്. എന്നെ വാസ്തവം പറഞ്ഞാൽ എന്നെ കണ്ടമാനം പഠിപ്പിച്ചിരിക്കുന്ന എൻ്റെ പേഷ്യൻസിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള എൻ്റെ പേഷ്യൻ്റാണ് സ്മിഷ. അപ്പോൾ ഞാനൊരു കലാകാരനാണ്, അതുകൊണ്ട് തന്നെ സ്മിഷ ഒരു കലാകാരിയായിട്ട് എൻ്റെ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് തുറന്ന് പറയാൻ മടിയൊന്നുമില്ല, സ്മിഷയ്ക്കും മടിയൊന്നുമില്ലാതെ എനിക്ക് അറിയുന്നതുകൊണ്ട് പറയുകയാണ്. ഷീ കെയിം ടു മീ വിത്ത് സ്റ്റേജ് 4 ഡിസീസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് 4 ഡിസീസിൽ സ്മിഷ ഒരിക്കലും എന്താ പറയുക, എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും 6 മാസം 1 വർഷം ഒക്കെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞിട്ടും ലീവിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും കൊണ്ടാണ് വരിക. ഷീ ഓൾവേസ് കംസ് ടു മീ ദാറ്റ് എനിക്കത് ചെയ്യണം, എനിക്ക് ജീവിക്കണം, എനിക്ക് ഇന്നത് ചെയ്യണം. ഷീ ഡസൻ വാണ്ട് ടു സിറ്റ് ഇൻ ഹോം, വീട്ടിലിരിക്കണ്ട. ഓൾവേസ് ഷീ ഈസ് വെരി ആക്റ്റീവ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ വാസ്തവത്തിൽ ഞാനതാ പറഞ്ഞത്, ഡോക്ടേഴ്സ് ഞങ്ങൾ പഠിക്കുന്നത്, ഞങ്ങൾക്ക് കുറച്ചും കൂടി എനർജി തരുന്നത് പേഷ്യൻസാണ്. ആക്ച്വലി ഷീ ഈസ് അവർ എനർജി. യെസ്, ഷീ ഈസ് യുവർ ഡോക്ടർ. ഇറ്റ്സ് അതർ വേ. ഇപ്പോൾ ഞാനെപ്പോഴും ഞാൻ നോക്കുന്നത് സ്കാനിൽ അങ്ങനെ കുറയുന്നുണ്ടോ, ഇതിൽ കുറയുന്നുണ്ടോ എന്നല്ല, സ്മിഷ കുട്ടികളെ ഇപ്പോഴും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്. സോ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്. യെസ്, കറക്റ്റ്. സോ അത് ഇതുവരെ സ്മിഷ എനിക്ക് ആ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു സീ യു ഹിയർ ഇൻ ദി പ്ലാറ്റ്ഫോം ദാറ്റ് ഷീ ഈസ് വെരി ആക്റ്റീവ് ആൻഡ് ദിസ് ഈസ് ദി എൻഡ് റിസൾട്ട് ഓഫ് ദി പീപ്പിൾ. ഒരാളുടെ ഒരു ആശംസ സ്മിഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ആ നമുക്കൊന്ന് കണ്ടാലോ? Hi Smisha. Many happy returns of the day. എല്ലാ വർഷവും ഞാൻ മറന്നു പോകും, പക്ഷേ ഈ വെച്ച് പറയുന്നു. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ആസ് യൂഷ്വൽ എനിക്കൊന്നും വരുന്നില്ല. എനിക്കറിയാം യു ആർ ട്രൈങ് സോ ഹാർഡ്. ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഒക്കെ
എനിക്കറിയാം നിൻ്റെ എഫേർട്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. സോ പ്രൗഡ് ഓഫ് യു, സോ പ്രൗഡ്, വെരി മച്ച് പ്രൗഡ് ഓഫ് യു. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ, നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും സമ്മതിച്ചു തന്നു നിന്നെ. കൂടുതലൊന്നും പറയാനില്ല. ഐ ലവ് യു, ഐ ലവ് യു, ലവ് യു, ലവ് യു. അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു ഈ സർപ്രൈസ്? ഓ അടിപൊളി, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം കുറച്ച് മുമ്പ് വരെ വിളിച്ചിട്ട് ഭയങ്കര വഴക്കായിരുന്നു. ആരാണ് നമ്മളെ പ്രേക്ഷകരോട് പറയൂ? ഹസ്ബൻഡാണ്. അയ്യോ ഇത് പറയാൻ മറന്നുപോയി. അതായത് നഴ്സുമാര് ചേട്ടന്ന് വിളിക്കുന്ന ഹസ്ബൻഡ്. ഇപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഏജ് എത്ര? 36. അപ്പോൾ എൻ്റെ ഏജും 36. അപ്പം എന്നെക്കാളും എപ്പോഴും ചെറുതായി, എപ്പോഴും ചെറുപ്പക്കാരനായിട്ട് നല്ല യങ്ങായിട്ട് അടിപൊളിയായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ചേച്ചിയുടെ ഹസ്ബൻഡാണ് അരുൺ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു സർപ്രൈസ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഇദ്ദേഹം നല്ലൊരു കലാകാരനാണ്. കഥകളി, അതുപോലെ മൃദംഗം, അല്ലേ? ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൈവശമുള്ള കലകളാണ്. അപ്പൊ നമ്മുടെ അമ്മമാരുടെ വേദിയാണ്, എന്നാലും സാരില്ല. ഡോക്ടർ വന്ന സ്ഥിതിക്ക്, ഒരു കലാകാരനെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല. പിന്നെ തീർച്ചയായിട്ടും ചെയ്യാം. സന്തോഷമുള്ളൂ സ്മിഷയുടെ കൂടെ, സ്മിഷയുടെ നല്ലൊരു ദിവസത്തിൽ ചെയ്യാനായിട്ട് സന്തോഷമുണ്ട്. ഗ്രേറ്റ് ഗ്രേറ്റ്. അജിത ഹരേ ജയ മാധവ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ അജിത ഹരേ ജയ മാധവ. എന്തായാലും നമ്മുടെ ഈ വേദിയിൽ വന്ന് നമുക്ക് വേണ്ടി മനോഹരമായി പെർഫോമൻസുകളും നമുക്ക് വേണ്ടി സംസാരിച്ച് സ്മിഷയെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയ ഡോക്ടർക്ക് ഒരുപാട് നന്ദി.